നമ്മൾ എന്താ ചെയ്യണറിയോ? നമ്മൾ ദീൻ പഠിക്കുന്നു, എന്നിട്ട് ആ ദീൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനോടും പണ്ഡിതന്മാരോടും പറയാൻ, ഞങ്ങൾക്ക് പഠിച്ചിട്ടും ഉറച്ചു നിൽക്കാൻ കഴിയില്ല. ഉറച്ചു നിൽക്കാൻ കഴിയും. നമ്മുടെ സാഹചര്യം അങ്ങനെയാക്കിയാൽ മതി. ഇപ്പൊ പരിശുദ്ധ ഖുർആൻ ആരാണ് അള്ളാന്റെ പാർട്ടി, ആരാണ് ശൈത്താന്റെ പാർട്ടി നമുക്ക് ശരിക്കും പറഞ്ഞുതരാൻ ഞാൻ ഇങ്ങനെ സംസാരിക്കണം കേട്ടോ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദ 5-ാം അധ്യായം 56-ാമത്തെ ആയത്ത്, വമൻ യതവല്ലല്ലാഹ വറസൂലഹു, ആരാണോ അള്ളാഹുവിനെയും റസൂലുള്ളയെയും ജീവിതത്തിലെ ഏറ്റവും ആത്മമിത്രമായി കൂട്ടുകാരായി പടച്ചോനും പ്രവാചകനും ആരാണോ സ്വീകരിക്കുന്നത്, വല്ലദീന ആമനു, സത്യവിശ്വാസികളെയും ആരാണോ ഉറ്റമിത്രമായി സ്വീകരിക്കുന്നത്, ഫഇന്ന ഹിസ്ബല്ലാഹ് ഹുമുൽ ഗാലിബൂൻ, അറിയുക അള്ളാഹുവിന്റെ കക്ഷിക്ക് തന്നെയാണ്, പടച്ചോന്റെ പാർട്ടിക്കാണ് യഥാർത്ഥ വിജയം. ആരാ അള്ളാഹിന്റെ പാർട്ടി എന്നറിയോ? ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം അള്ളാഹുനും റസൂലുള്ളാഹിനെയും ആകണം. എന്താ അതിന്റെ അർത്ഥം അറിയോ? ഞാൻ എഴുന്നേൽക്കുന്നത് എപ്പോഴാണെന്ന് എൻ്റെ ഇഷ്ടത്തെക്കാൾ അപ്പുറം പടച്ചോന്റെയും പ്രവാചകന്റെ ഇഷ്ടത്തെ പരിഗണിക്കുന്നത് ആരാണോ അവരാണ് അള്ളാഹിന്റെ പാർട്ടിക്കാർ. രണ്ട് താല്പര്യമുണ്ട്. ഉദാഹരണം പറയാൻ, ഞാൻ സുബഹിക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോകുക, അത് ആരെ താല്പര്യമാണ്? അള്ളാഹിന്റെ താല്പര്യം. എൻ്റെ താല്പര്യമുണ്ട്. എന്താ എൻ്റെ താല്പര്യം? ബാക്കിയുള്ളവരെ പോലെ ഉറങ്ങുക. എപ്പോഴാണ് ഞാൻ അള്ളാഹിന്റെ പാർട്ടിക്കാരനാകുക അറിയോ? വിശ്വാസികളെ, എപ്പോഴാ പാർട്ടിക്കാരനാകുക അറിയോ? മൻ സ്വല്ല സുബഹ ഫിൽ മസ്ജിദ് ഫഹുവ ഫീ ദിമ്മത്തില്ലാ. ഒരാൾ സുബഹിക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ അയാളുടെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുക്കും.